Good morning, everybody. I am Dr. Chitra Suresh Kumar, a consultant gynecologist in PRS Hospital. ഇന്ന് ഒരു വളരെ കോമൺ ടോപ്പിക് നോസിയ ആൻഡ് വോമിറ്റിംഗ് പ്രഗ്നൻസി, അതായത് വോമിറ്റിംഗ് വരാനുള്ള ടെൻഡൻസിയുടെ നോസിയ. ഇതൊരു കോമൺ പ്രോബ്ലമാണ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺ ദാറ്റ്. ഈ നോസിയ ആൻഡ് വോമിറ്റിംഗ് ഓർ NAV ഇതൊരു കോമൺ പ്രോബ്ലമാണ്. ഓൾമോസ്റ്റ് മോർ ദാൻ 50% ഓഫ് പ്രഗ്നൻറ്റ് വിമൻ വിൽ എക്സ്പീരിയൻസ് ദിസ്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ പ്രഗ്നൻസി ഹാർമോൺ, അതായത് പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻറ്റ് ഹാർമോണാണ്, അതർവൈസ് പ്രഗ്നൻസി ഹാർമോണാണ് HCG എന്ന് പറയുന്ന ഒരു ഹാർമോൺ, ബീറ്റ HCG. ഇത് ചിലർ വളരെ സെൻസിറ്റീവ് ആയിട്ടിരിക്കും. നോർമൽ പ്രഗ്നൻസി ആയപ്പോലും ചിലർ ഒരുപാട് സെൻസിറ്റീവ് ആയിരിക്കും. അതാണ് ഈ വോമിറ്റിങ്ങും നോസിയയും വരാനുള്ള കാരണം. കൂടുതലും ഇത് നമ്മൾ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. കുറച്ച് ഇഷ്ടപ്പെടാത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക, കൂടുതലും ഫ്ലൂയിഡ്സ്, ഫ്രൂട്ട്സ്, എണ്ണ പദാർത്ഥങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഒരു 50% ഓർ ലെസ് ദാൻ 50% അവർക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരും. വെച്ചാൽ അത് ഇങ്ങനെ വോമിറ്റിംഗ് വരണ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ആ പ്രഗ്നൻറ്റ് ലേഡി ഡീഹൈഡ്രേഷനോട്ട് പോവാം. ദാറ്റ് ഈസ് ബാഡ് ഫോർ പ്രഗ്നൻസി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ദേ ഹാവ് ടു കം ടു ഹോസ്പിറ്റലിൽ വരണം. എന്നിട്ട് അവരെ എക്സാമിൻ ചെയ്യും. അവരുടെ ഡീഹൈഡ്രേഷൻ എന്തുമാത്രം എത്ര സിവിയറായിട്ട് ഇരിക്കുന്നത് നോക്കിയിട്ട് അതിനായിട്ട് ഡ്രിപ്പ് കൊടുക്കും. ഡീഹൈഡ്രേഷനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂയിഡ്സാണ് കൊടുക്കുന്നത്. ഡ്രിപ്പൊക്കെ കൊടുത്തിട്ട് പിന്നെ ഈ വോമിറ്റിംഗ് കാരണം എന്തെങ്കിലും സോഡിയമോ പൊട്ടാഷ്യം കുറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നോക്കും. അത് വോമിറ്റിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ അതിന് മുന്നേ നമ്മൾ ഈ പ്രഗ്നൻസി എങ്ങനെയുണ്ട്, നോർമൽ പ്രഗ്നൻസി ആണോ, പ്രഗ്നൻസി എത്ര അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു, എന്ത് ജെസ്റ്റേഷണൽ ഏജ്, അതായത് പ്രഗ്നൻസിയുടെ ഒരു ലെവൽ, ഏത് ഫസ്റ്റ് മന്താണോ, സെക്കൻഡ് മന്താണോ, തേർഡ് മന്താണോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നതാണ്. യൂഷ്വലി ഇത് നോസിയ ആൻഡ് വോമിറ്റിംഗ് പ്രഗ്നൻസി ഒരു തേർഡ് മന്ത് ആകുമ്പോഴത്തേക്ക് കുറയുന്നതാണ്. എന്നുവെച്ചാൽ ആ സമയത്ത് ഒരു പ്രഗ്നൻസിയുടെ ഹാർമോണും അങ്ങനെ ഒരു ലെവൽ വന്നിട്ട് പിന്നെ അത് സ്റ്റെബിലൈസ് ആവും. ഇത് ഇങ്ങനെ ഇല്ലാതെ ഇത്തിരി കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കാണ് ദേ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ. അത് ചിലപ്പോൾ OP ബേസിസിൽ തന്നെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകാൻ പറ്റും. ചിലപ്പോൾ അഡ്മിറ്റാക്കി ഡ്രിപ്പൊക്കെ കൊടുത്ത് ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് ഇത്രയും സിവിയറായിരിക്കുന്നത്, നോർമൽ പ്രഗ്നൻസിയിൽ വന്നാൽ പോലും നമുക്ക് ചില അബ്നോർമൽ പ്രഗ്നൻസി എന്ന് പറയുമ്പോഴത്തേക്ക് വെസൈക്ലമോർ, മുത്തുപ്പിള്ള, അങ്ങനത്തെ പ്രഗ്നൻസി, അല്ലെങ്കിൽ ഇരട്ട കൊച്ച്, ട്വിൻസ്, മൾട്ടിപ്പിൾ ട്വിൻസ്, ട്രിപ്ലെറ്റ്സ്, ഇങ്ങനത്തെ പ്രഗ്നൻസിയിലും ഈ ഹാർമോൺ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. സ്കാൻ ചെയ്തിട്ട് പിന്നെ അവരുടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ചിലപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ വരാം. അല്ലെങ്കിൽ എക്സസ് വോമിറ്റിംഗ് ലിവർ ഫങ്ഷനിൽ കുറച്ച് എന്തെങ്കിലും പ്രോബ്ലം വരാം. സോ അതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും. പിന്നെ യൂറിൻ ചെക്ക് ചെയ്യും. യൂറിൻ ഡീഹൈഡ്രേഷൻ്റെ ഡിഗ്രി പറയാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ കൂടുതലായിട്ട് വരാം. അതിനു വേണ്ടിയും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റ് അഡ്മിറ്റ് ആക്കിയിട്ട് അതിനായിട്ട് ഉള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കുക. ഇപ്പം പൊതുവേ ഒരു പേടിയുണ്ട് എല്ലാവർക്കും. എന്ന് വെച്ചാൽ ഈ വോമിറ്റിംഗ് സമയത്ത് നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കാമോ, ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് കഴിക്കാം, ഇത് കാരണം ബേബിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ ഒരു ഫിയർ എല്ലായിടത്തും ഉണ്ട്. എന്താ വെച്ചാൽ പല വർഷം മുന്നേ ഒരു വോമിറ്റിങ്ങിന് വേണ്ടി ഒരു ടാബ്ലറ്റ് ഇങ്ങനെ വൈഡായിട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ബേബിക്ക് കുറച്ച് പ്രോബ്ലം ഉള്ളതായിട്ട് കണ്ടുപിടിച്ചു. അത് നമ്മൾ തളിഡോമൈഡ് ബേബീസ് നമ്മൾ പറയുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരുപാട് ടെസ്റ്റുകളും റിസർച്ചും വന്നു കഴിഞ്ഞു. അപ്പം ഇപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അറിയാം ഏത് ടൈപ്പ് ഓഫ് മെഡിസിൻ കൊടുക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം. അതിന് വേണ്ടി തന്നെ നമ്മൾ ഡ്രഗ് കൺട്രോളേഴ്സ്, അതായത് ഇതിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള ടീം ഓഫ് പീപ്പിൾ, അവർ തന്നെ ഈ മെഡിസിൻസൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ABCD X എന്ന് പറയുന്ന മെഡിസിൻസ് ടെറട്ടോജനിക്, അതായത് അത് പ്രഗ്നൻറ്റ് ലേഡീസ് കഴിക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാം, കുട്ടിക്ക് ചെറുതായിട്ടോ അല്ലെങ്കിൽ വലുതായിട്ടോ പ്രശ്നം വരാം. ഇതൊക്കെ നമുക്ക് ലിസ്റ്റുണ്ട്. എന്തൊക്കെ മെഡിസിൻസ് X കാറ്റഗറിയിൽ വരുന്ന നമുക്ക് അതിന് ലിസ്റ്റ് എല്ലാവർക്കും അറിയപ്പെടുന്ന ലിസ്റ്റാണിത്.
അപ്പോൾ ആ ലിസ്റ്റിലുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യും പ്രഗ്നൻസിയിൽ. അഥവാ ഇൻ കേസ് ആക്സിഡൻ്റ് ആയിട്ട് പ്രഗ്നൻസിനെ അറിഞ്ഞില്ല, ആ ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വന്നു എന്തായാലും നമ്മൾ ആ പ്രഗ്നൻസിയെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഞാൻ പറയാൻ വരുന്നത് ഇപ്പോഴൊക്കെ അവൈലബിൾ ടാബ്ലറ്റ്സ് ആൻഡ് ദ ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് മോർ ഫോർ ദിസ് കണ്ടീഷൻ അതൊക്കെ സേഫാണ്. എന്നാലും നമുക്ക് അതിലും കാറ്റഗറൈസ് ഒരു ലെവൽ 1 സ്റ്റെപ്പ് 1 ഇത് കൊടുക്കുക, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, അങ്ങനെയൊക്കെ കാറ്റഗറീസ് ഉണ്ട്. അത് നോക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട. ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് വരുമ്പോഴത്തേക്ക് അതൊരു നല്ലൊരു മെഡിസിൻ ആയിരിക്കും നിങ്ങൾ കൈക്ക് കിട്ടുന്നത്. അതും തീരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. പിന്നെ മെഡിസിൻസ് കഴിക്കാതിരുന്ന് അങ്ങനെയൊക്കെ എക്സസ് വോമിറ്റിംഗ് വന്ന് ഡീഹൈഡ്രേഷൻ വരുന്നത് ദോഷമാണ്. പിന്നെ അവരുടെ ഹെൽത്തിലെ പ്രോബ്ലം വരാം, അവരുടെ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞു വരാം, ലിവർ ഫങ്ഷൻ അതിന് പ്രോബ്ലം വരാം. അല്ലാതെ അവർക്കൊരു സെപ്പറേറ്റ് പ്രോബ്ലം ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഇത്തിരി ഡീഹൈഡ്രേഷൻ ആകുമ്പോഴത്തേക്ക് വാട്ടർ കണ്ടൻറ്റ് ബോഡിയിൽ കുറഞ്ഞു പോകും. അങ്ങനെ കുറയുമ്പോഴത്തേക്ക് പ്രത്യേകത്തെ ഒരു പ്രോബ്ലം DVT എന്ന് പറയും, ബ്ലഡ് ക്ലോട്ട്സ്, അത് സംഭവിക്കാനുള്ള ഒരു ചാൻസ് അധികമാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ടേക്ക് ട്രീറ്റ്മെൻറ്റ് ദെൻ ആൻഡ് ദെയർ. അതിന് 3 സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ ഫ്ലൂയിഡ്സും ഇഞ്ചക്ഷൻ സേഫായിട്ടുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ അത് കുറഞ്ഞു വരുമായിരിക്കും. ചിലപ്പോൾ ഉടനെ വോമിറ്റിംഗ് നിൽക്കത്തില്ല, ചിലർക്ക് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സ് വരെ അങ്ങനെ നീണ്ടു പോകുമായിരിക്കും. അങ്ങനെയുള്ളവർ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നമ്മൾ നോക്കണം. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടത്തി നോക്കുമ്പോഴത്തേക്ക് അവർക്ക് നമ്മൾ ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ബ്ലഡ് തിന്നിങ് ഏജൻറ്റ്സ് ആവശ്യപ്പെടും. അത് എടുക്കണം. അത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദേ ഷുഡ് ബി ടേക്കിംഗ് ദോസ് മെഡിക്കേഷൻസ്. പിന്നെ ചിലർക്ക് യൂഷ്വലി ഈ ഒരു എന്താ പറയുക മെഡിസിൻസ് കൊടുക്കുക, ഫ്ലൂയിഡ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യുക, പിന്നെ അവർക്ക് എന്തെങ്കിലും സോഡിയം പൊട്ടാഷ്യം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ 50% ഓർ ഈവൻ 80% സിറ്റുവേഷൻ സെറ്റിലാവും. പിന്നെ 3-4 മന്ത്സ് ആകുമ്പോൾ തന്നെ അത് കുറഞ്ഞു പോകും. വളരെ റെയറായിട്ട് ചിലർക്ക് അങ്ങനെ കുറച്ച് സിവിയർ ആവും. ഇതുപോലെ ഇഞ്ചക്ഷൻസ് ഒന്നും നിൽക്കത്തില്ല. അവർക്ക് ഈ പ്രോബ്ലം എപ്പോഴെങ്കിലും വന്നുകൊണ്ടിരിക്കും. അവരിപ്പോൾ തീരെ അവർ ഹെൽത്ത് ഡിറ്റീരിയേറ്റ് ആകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റീറോയിഡ്സ് എന്ന് പറഞ്ഞ് ഒരു മെഡിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു അതിലുള്ളവരും ഒരു 98% അതിൽ തന്നെ സെറ്റിലാവും. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ ഇങ്ങനെ വരുന്ന നോസിയ ആൻഡ് വോമിറ്റിങ് അല്ലെങ്കിൽ സിവിയറായിട്ട് വരുന്ന ഹൈപ്പറെമെസിസ് ഗ്രാവിഡാണെന്ന് പറയും. ഇതൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശരിയാക്കാനുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ഒന്നും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന മെഡിസിൻസോ ഇഞ്ചക്ഷൻസോ എല്ലാം വളരെ സേഫാണ്. അപ്പം അതിനായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കണം. അപ്പോൾ ഇത് ടേക്ക് ഹോം മെസ്സേജ് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എക്സസൈറ്റ് വോമിറ്റിംഗ് വരുന്നു, നമ്മൾ വീട്ടിൽ നോക്കിയിട്ട് ഹോം ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് ഒന്ന് ശരിയായെന്ന് വെച്ചാൽ യു ഹാവ് ടു കം ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഡീഹൈഡ്രേഷൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രിപ്സൊക്കെ എടുക്കേണ്ടി വരും. പിന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻസോ ടാബ്ലറ്റ്സോ ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റായിട്ട് എടുക്കണം. പിന്നെ ക്ലോട്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡീഹൈഡ്രേഷൻ കാരണം ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള സമയത്ത് ഈ ക്ലോട്ടൊക്കെ വരാനുള്ള ഒരു റിസ്ക് ഉള്ളതാണ്. അപ്പം അതിനെ വരാതിരിക്കാൻ വേണ്ടി അതിന് ഒരു പ്രിവെൻറ്റീവായിട്ട് ഇഞ്ചക്ഷൻസും എടുക്കണം. അപ്പോൾ ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അത് അങ്ങനെ സ്മൂത്തായിട്ട് അത് സെറ്റിലായിട്ട് ഒരു നല്ല പ്രഗ്നൻസിയിൽ ഒരു 10 months യു ക്യാൻ ഡെലിവർ എ ഹെൽത്തി ബേബി. ഓക്കെ, താങ്ക് യു.